ആമ്പശ്ശേരിക്കാവ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും സാധാരണക്കാരുടെ മൂലകുടുംബ പരദേവത സങ്കല്പത്തിൽ കാണുന്ന കാവുകൾ ഉണ്ടായിരിക്കും. ദൈവവൈവിധ്യത്തിന്റെ ചെറു മാതൃകകളാണ് കാവുകൾ. കേരളത്തിലെ പ്രാചീന ദേവതകളായ കാളി, വേട്ടയ്ക്കൊരു മകൻ, അന്തിമഹാകാളൻ, കരിങ്കാളി, നാഗം, ചാമുണ്ഡി എന്നിവർ കുടികൊള്ളുന്ന സ്ഥലങ്ങളെ മാത്രമേ കാവുകൾ എന്ന് പറയാറുള്ളൂ. ഗ്രാമീണ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളങ്ങളാണ് കാവുകൾ. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ബ്ലോക്കിലെ ഒരു ഗ്രാമമാണ് കർഷകരുടെയും കാർഷിക വിളയുടെയും നാടായി അറിയപ്പെടുന്ന തിരുമാറാടി. ഈ ദേശത്തെ ജനങ്ങളുടെ ആരാധ്യ ദേവതമാരാണ് എടത്തി അനിയത്തി എന്ന സങ്കല്പത്തിൽ ഉള്ള എടപ്ര ആമ്പശ്ശേരി ഭഗവതിമാർ. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളുടെ സംഗമ ഭാഗം കൂടിയാണ് തിരുമാറാടി. കാക്കൂരിന്റെ ഗ്രാമപരദേവതയാണ് ആമ്പശ്ശേരി കാവിലമ്മ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുമാറാടി എടപ്രക്കാവിൽ നിന്ന് കാക്കൂർ കൊച്ചാലിന് മുകളിൽ ജ്യോതി സ്വരൂപിണിയായി എത്തിച്ചേർന്ന ഭദ്രകാളിയെ കാഞ്ഞിരപ്പള്ളി മനയിലെ കാരണവന്മാർ ഉപാസനാപൂർവം കാക്കൂർ ആമ്പശ്ശേരി കുന്നിന് മുകളിൽ പ്രതിഷ്ഠിച്ചു. എടപ്രക്കാവിൽ നിന്ന് ഭഗവതി ചൈതന്യം കാക്കൂരിലെത്തിയത് കുംഭമാസത്തിലെ കാർത്തിക നാൾ അർദ്ധരാത്രിയിലാണ്. ആ സങ്കല്പം ഇന്നും നിലനിൽക്കുന്നതിന്റെ ഭാഗമായി എടപ്രക്കാവിലമ്മയും ആമ്പശ്ശേരി കാവിലമ്മയും ഗജാരൂഢരായി കാക്കൂർ കൊച്ചാലിന് സമീപം എത്തിച്ചേർന്ന് വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ആമ്പശ്ശേരി കാവിലെത്തുന്നു. കാഞ്ഞിരപ്പള്ളി മനയിലെ ഊരാൺമ കാരണവർ ദേവതമാരെ അക്ഷതം ഉഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു. ഗ്രാമപരദേവതയായ ആമ്പശ്ശേരിക്കാവ് മൂലജന്മ ക്ഷേത്രമായ ഭക്തർ ഉൾപ്പെടെ നിരവധി പേർ വഴിപാട് സമർപ്പണത്തിനായി കുംഭമാസത്തിൽ എത്തിച്ചേരുന്നു. വെള്ളനിവേദ്യം കൂടാതെ കടുംപായസം, കൂട്ടുപായസം എന്നിവയും ഇവിടുത്തെ വഴിപാടുകളാണ്. തൃക്കാർത്തിക മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവതിക്ക് ഏറെ പ്രിയങ്കരമായ കലംകരിക്കൽ വഴിപാട് കുംഭമാസം 1 മുതൽ 10 വരെ നടത്തുന്നു. സാധാരണ കലത്തിൽ വെള്ള നിവേദ്യം മാത്രമാണെങ്കിൽ കുതിരക്കലത്തിൽ ഗുരുതി കൂടി ഉണ്ടായിരിക്കും. ഗരുഡൻ തൂക്കം നടക്കുന്ന രോഹിണി നാൾ മുതൽ ഒരാഴ്ചത്തേക്ക് വഴിപാടുകൾ ഒന്നും പതിവില്ലാത്തതിനാൽ ആ സമയത്ത് കലംകരിക്കലും ഉണ്ടാവാറില്ല. മഹാരോഗങ്ങളുടെ ശമനം, ഗ്രഹശാന്തി, ദാരിദ്ര്യം, കുടുംബകലഹം, കാര്യവിഘ്നം മുതലായവയുടെ നിവാരണത്തിനായാണ് കലംകരിക്കൽ വഴിപാട് നടത്തുന്നത്. നമ്മുടെ ദേഹമാകുന്ന കലത്തിനുള്ളിൽ ആത്മാവാകുന്ന നിവേദ്യം സമർപ്പിച്ച് മനമുരുകി പ്രാർത്ഥിക്കുന്ന സങ്കല്പമാണ് കലംകരിക്കൽ വഴിപാടിലൂടെ നിറവേറുന്നത്. ക്ഷേത്രത്തിൽ ഐശ്വര്യങ്ങൾക്കും ഇഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ ആമ്പശ്ശേരിക്കാവിലമ്മയ്ക്ക് അത്യന്തം പ്രിയങ്കരമായ കലംകരിക്കൽ വഴിപാടുകൾ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തി വരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് കഞ്ഞിസദ്യ. കാളി ദാരിക യുദ്ധത്തിനായി പുറപ്പെടുന്ന പടയാളികൾ ദേവിയുടെ നിവേദ്യമായ കഞ്ഞിയും പുഴുക്കും അസ്ത്രവും കഴിച്ചാണ് പുറപ്പെട്ടിരുന്നത് എന്നാണ് ഐതിഹ്യം.
കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന, പയർ എന്നിവ ചേർത്തുണ്ടാക്കുന്ന രുചികരമായ പുഴുക്കിൽ മുളകുപൊടിയും മുളകും ഉപയോഗിക്കുന്നു. ധാരാളം കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂകിയ പുഴുക്കിന്റെ ഗന്ധവും രുചിയും ആരെയും കൊതിപ്പിക്കുന്നതാണ്. പുഴുക്കിനു പുറമെ അവിയൽ, മാങ്ങാക്കറി, പപ്പടം, നിവേദിച്ച പായസം എന്നിവയും ഉണ്ടായിരിക്കും. ജാതിമത ഭേദമന്യേ കാക്കൂറിലെത്തി ഭക്തജനങ്ങൾ അമ്മയുടെ പ്രസാദക്കഞ്ഞി കുടിക്കുന്നു. ആദ്യ ദിവസം ക്ഷേത്ര ഊരാൾമാരായ കാഞ്ഞിരപ്പള്ളി മന കുടുംബവക കഞ്ഞി നടത്തുന്നു. തുടർന്ന് ഒറ്റയ്ക്കും കൂട്ടമായും നിരവധി പേർ കഞ്ഞി സദ്യ വഴിപാടായി സമർപ്പിക്കുന്നു. അശ്വതി നാളിൽ ദേശക്കഞ്ഞിയായിട്ടാണ് നടത്തുന്നത്. ഭരണി നാളിൽ മേൽശാന്തിയുടെ വകയും. കാർത്തിക ദിവസം മഹാപ്രസാദമൂട്ടാണ്. രോഹിണി ദിവസം അത്താഴ സദ്യയും. അങ്ങനെ ഉത്സവക്കാലത്ത് വരുന്നവർക്ക് എല്ലാം ഒരു നേരമെങ്കിലും ഭഗവതിയുടെ നിവേദ്യം ഭുജിക്കാൻ ഭാഗ്യമുണ്ടാവുന്നു. കാക്കൂര് മംഗലത്ത് വാസുദേവൻ നമ്പൂതിരിയാണ് പതിറ്റാണ്ടുകളായ ക്ഷേത്രത്തിലെ മേൽശാന്തി. കാഞ്ഞിരപ്പള്ളി മനയിലെ KR രാമൻ നമ്പൂതിരിപ്പാട് ഇപ്പോഴത്തെ ഊരാൺമക്കാരനവരും. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.